നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ASUS എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ASUS 8C എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അടുത്തിടെ വന്ന പല സ്മാർട്ട് ഫോണുകളിലും ഇസഡ് എന്ന ആ ഒരു അക്ഷരത്തെ Z എന്ന് പറയുമ്പോൾ പലരും ഇസഡ് അല്ലേ എന്ന് ചോദിച്ചിരുന്നു കമൻറ്റിലൂടെ. അതിനെ നമ്മൾ Z എന്നും പ്രൊനൗൺസ് ചെയ്യും എന്നൊന്ന് ഓർപ്പിച്ചോട്ടെ. എനിവേ ASUS 8C എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻ്റർനാഷണൽ വിപണികളിൽ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്തു, പക്ഷേ അത് മറ്റൊരു പേരിലായിരുന്നു. ആ പേര് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയും ആ ഒരു ഇൻ്റർനാഷണൽ വിപണിയിലെ പേര് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനായാലും നമുക്ക് ASUS 8C എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഇത്തിരി കുഞ്ഞൻ സ്മാർട്ട് ഫോണാണ് ASUS 8C. ആക്ച്വലി ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയും കാലം മുന്നേ അയച്ചു തരുന്നത് ASUS 8C എന്ന ഫോണാണെന്ന് പറയേണ്ടി വരും. കാരണം ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് മുകളിലായി ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അത്രയും മുന്നേ അയച്ചു തന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിചയപ്പെടാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിച്ചു. ഇതൊരു വളരെ ചെറിയ ഒരു ഫോം ഫാക്ടറുള്ള സ്മാർട്ട് ഫോണാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒരിക്കലും ചെറുതല്ല എന്ന് ഓർമ്മിച്ചോളട്ടെ. ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളുടെയും സൈസ് എന്ന് പറയുന്നത് 6.5 ഇഞ്ചിന് മുകളിലാണ്. 6.5 ഇഞ്ച് മുതൽ ഒരു 7 ഇഞ്ച് വരെയുള്ള സ്ക്രീൻ സൈസുള്ള സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് കൂടുതലും. നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ടാൽ അത്തരം സ്മാർട്ട് ഫോണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും. നമുക്കതൊരു ഒട്ടും ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല. അത്തരത്തിൽ ഫോണുകളുടെ സ്ക്രീൻ സൈസ് വലുതാക്കുന്നത് പലപ്പോഴും പല സെൻസറുകളും ഫ്രണ്ട് ക്യാമറയും ഒക്കെ കോർപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ പരമാവധി സ്ക്രീനിൻ്റെ സൈസ്, വലിയ ബാറ്ററിയൊക്കെ വയ്ക്കുമ്പോൾ പരമാവധി സ്ക്രീൻ സൈസ് കൂടി പോകുന്നതാണ്. അവിടെയാണ് നമ്മൾ ഒരു കോമ്പാക്റ്റ് ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു സൈസിൽ കോമ്പാക്റ്റുള്ള ഒരു ഫോൺ നമ്മുടെ വിപണിയിൽ അങ്ങനെ കിട്ടാനില്ല. അവിടെയാണ് ASUS 8C എന്ന ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈസിൽ മാത്രമാണ് കുറവുള്ളത്. ഇതിനുള്ളിലുള്ള സ്പെസിഫിക്കേഷനിൽ യാതൊരു കുറവുമില്ല. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഇത്തിരി കുഞ്ഞ സ്മാർട്ട് ഫോൺ എത്തുന്നത്. നമുക്ക് പരിശോധിക്കാം ASUS 8Cയുടെ വിശേഷങ്ങൾ. ഇത്രയും കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെയും ഓൺ ഹാൻഡഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധ്യമാണ്. ഇപ്പോൾ വരുന്ന മിക്ക വലിയ സ്ക്രീനുള്ള ഫോണുകളും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 2 കൈയും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഇതുപോലുള്ള നോട്ടിഫിക്കേഷനുകൾ കാണണമെങ്കിലും ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിലും ഒറ്റ കൈ കൊണ്ട് കൈകാര്യം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ASUS 8Cയുടെ ഈ ഒരു പ്രത്യേകത. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഇത്തരത്തിൽ സിംഗിൾ ഹാൻഡ് ഓപ്പറേഷൻ നല്ല രീതിയിൽ നമുക്ക് സാധ്യമാണ്. വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എസ്പെഷ്യലി ചെറിയ ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടും. നമ്മുടെ പോക്കറ്റിലൊക്കെ വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അധികം പുറത്തേക്കൊന്നും തള്ളി നിൽക്കില്ല. എൻ്റെ ഈ ഒരു ഉടുപ്പിൻ്റെ പോക്കറ്റ് ചെറുതായതുകൊണ്ടാണ്. കുറച്ചുകൂടി വലിയ പോക്കറ്റ് ഉള്ളവർക്കൊക്കെ ഇത് സുഖമായിട്ട് ആ പോക്കറ്റിനുള്ളിൽ തന്നെ ഒതുങ്ങി ഇരുന്നു കൊള്ളും. ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എക്സാക്റ്റ് പറഞ്ഞാൽ 6 ഇഞ്ചിൽ താഴെ മാത്രം, അതായത് 5.9 ഇഞ്ച് മാത്രമാണ്. എന്നിരുന്നാലും ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 888 എന്ന ഏറ്റവും മുന്തിയ ഇനം പ്രോസസ്സർ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പവർഫുൾ സ്പെസിഫിക്കേഷൻസ് ഇൻ എ കോമ്പാക്ട് ഡിസൈൻ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. അത്തരത്തിലാണ് ഈ ഒരു ഫോണിനെ ASUS അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻ സൈസൊക്കെ ചെറുതായതുകൊണ്ട് തന്നെയും അവർ പ്ലാസ്റ്റിക്കിലേക്ക് ബാക്ക് സൈഡ് കൊണ്ടുപോയില്ല. അവിടെയും ക്വാളിറ്റി ഒട്ടും കുറച്ചിട്ടില്ല. ഗ്ലാസ് ബാക്ക്, അതും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പോറലുകളൊന്നും അങ്ങനെ വീഴുമെന്ന് പേടിക്കേണ്ട. മാത്രമല്ല ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടാൽ ഗ്ലാസ് ആണെന്ന് തോന്നുക പോലുമില്ല. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയുകയില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് ഗ്ലാസ് ബോഡി തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 169 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഹാൻഡിൽ ചെയ്യാൻ അതും ആ ഒരു വെയിറ്റ് കുറവും വളരെ ഈസിയാക്കുന്നു. തിക്നെസ്സും അധികമൊന്നുമില്ല, 8.9 മില്ലിമീറ്റർ മാത്രമാണ്. 2 കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. ഒബ്സിഡിയൻ ബ്ലാക്ക് എന്ന കളറിലും ഹൊറൈസൺ സിൽവർ എന്നീ 2 കളറിലാണ് ഫോൺ ലഭ്യമാകുന്നത്. നമ്മൾ പരിശോധിക്കുന്നത് ഒബ്സിഡിയൻ ബ്ലാക്ക് എന്ന കളർ വേരിയന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പരിശോധിച്ചാലും അവിടെയും കുറവുകളൊന്നും വരുത്തിയിട്ടില്ല എന്ന് കാണുന്നു. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. അതായത് മികച്ച ഹൈ റിഫ്രഷ് റേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഗെയിമുകളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 240 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 1100 നിറ്റ്സാണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. അതൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൻ്റെ
ഒരു മാക്സിമം ബ്രൈറ്റ്നസ് ആണ്. ഇന്ന് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളൊക്കെ പലപ്പോഴും 400 മുതൽ 600 800 നിറ്റ്സ് ബ്രൈറ്റ്നസ്സിലൊക്കെ വരുന്നു. ഇവിടെ 1100 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഇന്ന് വരെ സ്മാർട്ട് ഫോണുകൾ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് ആയിട്ടുള്ള കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അതും സാംസങ്ങിൻ്റെ AMO LED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. HDR10+ൻ്റെ സപ്പോർട്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ ഒരു ഫോണിൽ സൈസ് കുറച്ചതുപോലെ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തത് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്നാപ്ഡ്രാഗൺ 888 എന്ന 5G പ്രോസസ്സർ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാം LPDDR5 എന്ന റാമാണ്. 11 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. 2 വേരിയൻ്റ് ആണ്, 8GB റാം 128ഉം 8GB റാം 256ഉം. അപ്പോൾ മിനിമം റാം തന്നെ ഇതിനകത്ത് 8GB റാം ഉണ്ട്. ഫയൽ സ്റ്റോറേജിനായിട്ട് UFS 3.1ഉം നൽകിയിരിക്കുന്നു. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? അതുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പോൾ 4000 mAhൻ്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 5000 mAh 6000 7000 mAh ഒക്കെ വരുന്ന സ്മാർട്ട് ഫോണുകളുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ ഒരുപാട് വലിയ ബാറ്ററി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കണം 4000 mAh ബാറ്ററി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു 4000 mAh മതി ഈ ഒരു സ്മാർട്ട് ഫോണിന്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ വലിയ സ്ക്രീനുള്ള ഫോണുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകും. എന്നിരുന്നാലും ചാർജിങ്ങിന് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ USB Type-C പോർട്ടാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അവിടെയൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും കാണാൻ സാധിക്കുന്നു. എന്നാൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. അതും സോണി IMX686 എന്ന സെൻസർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈമറി ക്യാമറയ്ക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ കാണപ്പെടുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതായത് DSLR ക്യാമറയുടെയൊക്കെ ലെൻസിൽ നൽകുന്ന തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈമറി ക്യാമറ തന്നെ ടെലിഫോട്ടോ ലെൻസ് ആയിട്ടും ഉപയോഗിക്കാം. സൂം ചെയ്തൊക്കെ ചിത്രങ്ങൾ എടുക്കാനും സഹായിക്കാം. അപ്പോൾ പ്രൈമറി ക്യാമറ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രൈമറി സാധാരണ നോർമൽ സെൻസറായിട്ടും ടെലിഫോട്ടോ ആയിട്ടും ഉപയോഗിക്കുന്നു. രണ്ടാമതൊരു ക്യാമറ ഉള്ളത് 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇത് സോണിയുടെ IMX363 എന്ന സെൻസറാണ്. ഇത് മാക്രോ സെൻസറായിട്ട് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഈ 2 ക്യാമറകൾ 4 ക്യാമറകളുടെ ഗുണം ചെയ്യും എന്ന് ചുരുക്കം. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു പഞ്ച് ഹോളിൻ്റെ സൈസ് ഒരല്പം വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും ഓർമ്മപ്പെടുത്തട്ടെ. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 8K വരെയുള്ള റെസൊല്യൂഷനിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും 4K റെസൊല്യൂഷനിൽ മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗുണം. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരവധി ചിത്രങ്ങൾ എടുത്തു നോക്കി. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ആ ഒരു 100% ഇതിൻ്റെ ഇതുവരെ പറഞ്ഞ ബാക്കി സൈഡുകളിൽ ഉള്ള അത്രയും ഒരു ഇംപ്രഷൻ എനിക്ക് ലഭിച്ചില്ല എന്ന് തന്നെ പറയട്ടെ. കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ചെയ്തിരുന്നുവെങ്കിലെന്ന് തോന്നി. ഒരു നാച്ചുറൽ കളർ അല്ല ഈ ഒരു ഫോണിൽ നിന്ന് ലഭിച്ചത്. മാത്രമല്ല ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൂടി വന്നു. ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പ് ഇതിൽ നിന്ന് മോശമായിരുന്നു ക്യാമറ പെർഫോമൻസ്. പക്ഷേ ആ ലഭിച്ച സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്തപ്പോൾ തോന്നിയത്. എന്നിരുന്നാലും ഒരു 75% ഓക്കെ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് 100ൽ ഒരു 75 മാർക്ക് ഇതിൻ്റെ ക്യാമറയ്ക്ക് നൽകാം. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ മറ്റ് പ്രധാന പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പറയേണ്ടി വരും. മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും, ഇത്രയും മികച്ച ഒരു പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെയും. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കാം എന്നുള്ളതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇന്ന് വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും നൽകാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. Wi-Fi 6 ആണ്, ബ്ലൂടൂത്ത് വെർഷൻ 5.2. ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിൻ്റെ ഇൻ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായിട്ട് ASUSന്റെ Zen UI 8 എന്ന യൂസർ ഇൻ്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു യൂസർ ഇൻ്റർഫേസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും സാധാരണ ASUS ഫോണുകൾ കാണപ്പെടുന്നത് പോലെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസം സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്നും ഈ ഒരു
യൂസർ ഇൻ്റർഫേസ് നൽകിയിട്ടില്ല. ആ ഒരു പൂർണ്ണമായും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു സെൻ UI 8. അതുകൊണ്ട് തന്നെയും നമുക്കൊരു മികച്ച എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസുകളൊന്നും കുത്തി നിറച്ചിട്ടുമില്ല നമുക്ക് ആവശ്യമില്ലാത്തതായി. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കിഡിലൻ സൗണ്ട് ഔട്ട്പുട്ടാണ്. സ്റ്റീരിയോ സ്പീക്കർ ഫോണിൻ്റെ മുകളിൽ ഇത്തരത്തിൽ ഈ ഒരു ഇയർ പീസിൽ നിന്നൊരു സ്പീക്കർ ഔട്ടും താഴെ സ്പീക്കർ വെൻറ്റിൽ നിന്നുമാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ആണെങ്കിലും ആ ഒരു സൗണ്ടിൻ്റെ ബാലൻസിങ് പെർഫെക്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും. അതായത് ബോട്ടം സ്പീക്കറിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നത്. ഇയർ പീസ് നമുക്കറിയാലോ വളരെ ഒരു ലൈൻ പോലുള്ളൊരു വലുപ്പം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും അത്രയും ഒരു ഫുള്ളായിട്ടുള്ള സൗണ്ട് പുറത്തേക്ക് വരുന്നുമില്ല. അപ്പോൾ കൂടുതൽ സൗണ്ടും താഴെ നിന്നും കേൾക്കുന്നു, കുറച്ച് സൗണ്ട് മാത്രം മുകളിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു ബാലൻസിങ് പക്കയാണെന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും മികച്ച ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ ഈ ഫയറിംഗ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നല്ല മികച്ച രീതിയിലുള്ളൊരു സൗണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീരിയോ ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇത്തരം ഒരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ ഒരു ബോക്സിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ ബോക്സ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ, ഇതിൻ്റെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേസ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ASUS എന്നൊരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കേസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഇതിന് വരും. കാരണം ഈ ഒരു കേസ് കണ്ടില്ലേ, ഡിസ്പ്ലേയിലേക്ക് നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് വീണാലൊന്നും ഡിസ്പ്ലേക്ക് യാതൊരു പ്രശ്നം വരത്തില്ല. ആ ഒരു സ്റ്റാൻഡിങ് വീഴുന്ന സമയത്ത് കേസിലേക്കായിരിക്കും അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർവ് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു ഫോണിനകത്ത് പിന്നീടുള്ളത് ഇത്തരത്തിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഒരു USB C-to-C ടൈപ്പ് കേബിളുമാണ്. രണ്ടെൻഡും ടൈപ്പ് C ടൈപ്പ് വരുന്ന C-to-C ടൈപ്പ് കേബിളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് കാര്യം നോക്കിയാലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ, സൈസ് മാത്രം ചെറുത്. അത് ഈ പറഞ്ഞതുപോലെ സ്മോൾ ഫോം ഫാക്ടർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ASUS 8C. നമുക്ക് സത്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന വില എത്രയാണ് എന്ന് നിലവിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആക്ച്വലി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ അപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. കേസ് ഇട്ടപ്പോൾ ഈ ഒരു ഫോൺ കുറച്ചുകൂടി ബ്യൂട്ടി ആയെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് തോന്നിയത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.